ഇല്ല, അങ്ങനൊരു വിവരം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആളപായമൊന്നും ഉണ്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. തീപിടുത്തത്തിൻ്റെ ഭാഗമായി അവിടെ പോലീസ് ഫോഴ്സ് വന്നു, രക്ഷാപ്രവർത്തനം നടന്നു, പിന്നെ ഫയർഫോഴ്സ് നല്ല നിലയിൽ ഇടപെടുന്നു. ആളപായമുള്ളതായി നമ്മുടെ മുമ്പിലില്ല, നോക്കാം, പരിശോധിക്കാം. ഗോഡൗണല്ലേ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും മേലെ വസ്ത്രങ്ങളുടെ മൊത്ത വ്യാപാര കേന്ദ്രമാണ്. റീറ്റെയിൽ സ്ഥാപനങ്ങൾ അനുബന്ധമായിട്ടുണ്ട്. മറ്റ് അപകടത്തിലേക്ക് പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീ അണക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. കൂടുതലെന്തോ സംഭവിച്ചോ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. തീ അണയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എന്തെങ്കിലും അധികമായി മറ്റ് ജില്ലയിൽ നടക്കം ക്രമീകരിക്കുന്നു? വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ മറ്റ് സംവിധാനങ്ങൾ മറ്റ് ജില്ലകളിൽ നിന്നും കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി തീ അണക്കുന്നതിൽ നേരിടുന്നുണ്ട്? തുണി ആയതുകൊണ്ട് ആളിക്കത്താണ് ഒരു മണിക്കൂറിലധികമായിട്ട്. അത് ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു തീ ആളിക്കത്താണ്. അണഞ്ഞത് വീണ്ടും കത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ അണഞ്ഞു കഴിഞ്ഞു. അത് അതിൻ്റെ ചിലതരം പ്രത്യേകതരം മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ടായിരിക്കും വീണ്ടും കത്തിക്കൊണ്ട്. ഇപ്പോൾ അണഞ്ഞു കഴിഞ്ഞു. നേരത്തെ കുറൽപ്പം മുമ്പ് നന്നായി കത്തിയിരുന്നു, ഇപ്പം ശമിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ആവശ്യത്തിന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട്. കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ സജ്ജമാണ്.